ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം പൂശൽ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം ദേവസ്വം ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. ഓഫീസിൽ നിന്നും ഫയലുകളും മറ്റും ശേഖരിച്ചു. സാരംഗ് ചേരുകയാണ് വിശദ വിവരങ്ങളുമായി. സാരംഗ്, ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും അന്വേഷണ സംഘം പ്രാഥമിക വിവരങ്ങൾ തേടുകയാണ്, അല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശബരിമലയിലെ ദ്വാരകപാലക ശില്പങ്ങളിലെ സ്വർണം പൂശൽ വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തലസ്ഥാനത്തെത്തിയിരുന്നു. തലസ്ഥാനത്തെത്തി ഇത്തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയ ശേഷം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട രേഖകളും വിവരങ്ങളും തേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേസ് അന്വേഷിക്കുന്ന ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടത്തുന്ന ദേവസ്വം വിജിലൻസ് എസ് പിയുമായി ഈ പ്രത്യേക അന്വേഷണ സംഘം കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട്, അതായത് ഈ വിഷയത്തിൽ വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട്, അതായത് ദേവസ്വം വിജിലൻസ് നടത്തുന്ന അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് വരുന്ന വെള്ളിയാഴ്ച സമർപ്പിക്കും. അതിന് മുന്നോടിയായിട്ടാണ് ഇത്തരത്തിൽ ഈ പ്രാഥമിക വിവരങ്ങൾ വന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം തേടിയത്. അതിനുശേഷം, അതായത് ഹൈക്കോടതിയിൽ ഈ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് കൂടി പരിശോധിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കാനാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം ഇന്നലെ ഇത്തരത്തിൽ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണെന്ന് ഔദ്യോഗിക രേഖകളിൽ റിപ്പോർട്ട് ചെയ്ത 2019 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഈ മുരാരി ബാബുവിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇന്നലെ തിരുവിതാംകൂർ ആസ്ഥാനത്ത് നടന്ന ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന അടിയന്തര യോഗത്തിലാണ് ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടി ഉണ്ടായിട്ടുള്ളത്. സിന്ധൂരി. അതെ, വ്യക്തമാണ്. സാരംഗാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ അന്വേഷണ സംഘം പ്രാഥമിക വിവരങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്.